കടുവാഭീതിയിൽ പാലക്കാട് വാളയാർ അറ്റുപതി ഗ്രാമം. ആടിനെ കടുവ കടിച്ചുകൊന്നതായി പ്രദേശവാസികൾ. വട്ടപ്പാറ അറ്റുപത്തി വനം വകുപ്പ് വാച്ചർ മുനിയപ്പന്റെ ആടിനെയാണ് പുലർച്ചെ 4 മണിയോടുകൂടി വീട്ടിൽ കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് നിന്നും കടുവ കടിച്ചുകൊന്നത്. ശബ്ദമുണ്ടാക്കിയപ്പോൾ കടുവ ഉൾക്കാട്ടിലേക്ക് പോവുകയായിരുന്നു. 1 മാസം മുമ്പ് കൂട്ടത്തോടെ ഇറങ്ങിയ ചെന്നായ്ക്കൂട്ടം 20ഓളം ആടുകളെയും പ്രദേശത്ത് കൊന്നിരുന്നു. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ കടുവ ശല്യം അതിരൂക്ഷമായ ഈ പ്രദേശത്ത് ഇപ്പോൾ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണോ? ഈ ആടിനെ കടിച്ചു കൊന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് നാട്ടുകാർ പറയുന്നത്? ഗൗതം, ഈ വാളയാർ ആറ്റുപതി ഗ്രാമം ഒന്നാകെ വലിയ രീതിയിൽ കടുവ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഇത്തരത്തിൽ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന ആടിനെ കടുവ പിടിച്ചത്. ഈ ആടിൻ്റെ ശബ്ദം കേട്ട് ഉണർന്ന വീട്ടുകാർ ഇങ്ങനെ നോക്കിയ സമയത്താണ് കടുവ ആടിനെ കടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടത്. മുനിയപ്പൻ എന്ന വനംവകുപ്പ് വാച്ചറുടെ ആടിനെയാണ് കടുവ കടിച്ചു കൊണ്ടുപോയത്. 3 ദിവസം മുൻപും ഇതേ പ്രദേശത്ത് തന്നെ കടുവ ഇറങ്ങി ആടിനെ കൊണ്ടുപോയിരുന്നു. ഈ തുടർച്ചയായിട്ട് ജനവാസ മേഖലയിലേക്ക് കടുവ എത്തുന്നത് വലിയ ആശങ്കയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കുന്നത്. വലിയ ഭീതിയിലാണ്. ഇനി ജനങ്ങളെ, മനുഷ്യരെ തന്നെ ഈ കടുവ ആക്രമിക്കുമോ എന്നുള്ളൊരു ഭീതി ജനങ്ങൾക്കുണ്ട്. മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഈ ചെന്നായകൾ കൂട്ടമായി എത്തി നിരവധി ആടുകളെ കൊണ്ടുപോയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. വളർത്തു മൃഗങ്ങളെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ ജനവാസ മേഖലയിലെത്തി കടുവയും അതുപോലെ ചെന്നായും ഒക്കെ കൊണ്ടുപോകുന്നത് ഈ വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഫെൻസിങ് ഉൾപ്പെടെയുള്ള വനാതിർത്തികളിൽ കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു ആരോപണം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇത് തടയുന്നതിന് വേണ്ടി വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടി ഉണ്ടാവണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങളുമായി ചേർന്ന്. പാലക്കാടാണ് ഇത്തരത്തിൽ കടുവാ ശല്യം രൂക്ഷമാകുന്നതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം. കെട്ടിയിട്ടിരുന്ന ആടിനെ ഉൾപ്പെടെ കടുവ കടിച്ചുകൊല്ലുന്ന രീതിയിൽ വലിയ ഭീകരാന്തരീക്ഷം ആ സ്ഥലത്ത് ഉണ്ടാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അരുൺ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.